പാർട്ടി വിട്ട് സ്വതന്ത്രനായി അമ്പലപ്പുഴയിൽ മത്സരിക്കാനൊരുങ്ങുന്ന ജി സുധാകരനെ വിടാതെ CPIM. കുലംകുത്തികളെ കാലം വർഗവഞ്ചകനെന്ന് വിളിക്കുമെന്ന് സുധാകരന്റെ വീടിന് മുന്നിൽ ബാനർ സ്ഥാപിച്ചു. സുധാകരനെതിരെ പ്രതിരോധം ശക്തമാക്കുകയാണ് CPIM. ഇന്ന് മുഴുവൻ ലോക്കൽ കമ്മിറ്റിയും ജനറൽ ബോഡിയും വിളിച്ചു ചേർക്കും. ജി സുധാകരൻ പുനരാലോചിക്കണമെന്നും മത്സരം പ്രഖ്യാപിച്ചത് ദൗർഭാഗ്യകരമെന്നും CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. ജി സുധാകരനെ തള്ളിപ്പറയാതെ EP ജയരാജൻ കുലംകുത്തി എന്ന പോസ്റ്റർ ഒട്ടിച്ചല്ലോ എന്ന ചോദ്യത്തിന് ഞാൻ കുലംകുത്തി എന്ന് പറഞ്ഞിട്ടില്ലെന്നായിരുന്നു മറുപടി. അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു നിലയിലാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചത്, സ്വയം സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത്. അത് അത്യന്തം നിർഭാഗ്യകരമാണ്. അദ്ദേഹം പുനരാലോചിക്കുന്നതാണ് അദ്ദേഹത്തിനും അദ്ദേഹം ഇത്രകാലവും പ്രവർത്തിച്ച പ്രസ്ഥാനത്തിനും നല്ലത്. ഏതെങ്കിലും തള്ളിപ്പറയുക എന്നുള്ളതല്ല CPM കാഴ്ചപ്പാട്. എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുക. കാരണം ഈ പ്രസ്ഥാനം ശക്തിപ്പെടണം. ഈ പ്രസ്ഥാനത്തിന് ക്ഷീണമുണ്ടാകുന്നത് ഇന്ത്യയിലെ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന ക്ഷീണമാണ്. ഈ സുധാകരനെ കുലംകുത്തി എന്നും വർഗവഞ്ചകൻ എന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള ബാനറുകൾ അമ്പലപ്പുഴയിൽ ഉയർത്തിയിരിക്കുകയാണ്. അത് ശരിയാണോ? ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് മുതിർന്ന നേതാക്കൾ മയപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. അങ്ങനെ വലിയ പ്രതികരണം നടത്തുന്നില്ല. HS സലാമിനെ പോലുള്ളവർ നമ്മളോട് പ്രതികരിച്ചു എന്നത് ഒഴിച്ചു നിർത്തിയാൽ MA ബേബി BP ജയരാജനുമൊക്കെ കുലംകുത്തികളാണ് എന്ന മട്ടിലുള്ള പ്രതികരണമൊന്നും നടത്തുന്നില്ല. എന്നാൽ പ്രാദേശികമായി വലിയ രീതിയിലുള്ള ആക്രമണം ജി സുധാകരനെതിരെയുണ്ട്. വലിയ പ്രതിഷേധമാണ്. ഇന്നലെ ചാരുമൂട്ടിൽ നമ്മൾ കണ്ടു മുദ്രാവാക്യം വിളി. ഇന്നിപ്പോൾ രാവിലെ ബാനർ കണ്ടു, കുലംകുത്തി വർഗവഞ്ചകൻ എന്നുള്ള വിശേഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നുകൂടി ലോക്കൽ കമ്മിറ്റികളൊക്കെ ചേർന്നതിന് ശേഷം നാളത്തെ മെഗാ റാലിയിൽ വലിയ പ്രതിഷേധത്തിനാണോ CPM തയ്യാറെടുക്കുന്നത്? ജി സുധാകരനെ രാഷ്ട്രീയമായി തന്നെ നേരിടാൻ തീരുമാനിച്ചോ പാർട്ടി? ഉറപ്പായും അരുൺകുമാർ, ജി സുധാകരന് സ്വാഭാവികമായും പുന്നപ്രയിലും അമ്പലപ്പുഴയിലുമൊക്കെ ജനസ്വാധീനമുണ്ട് എന്നുള്ളത് തർക്കങ്ങളില്ലാത്ത കാര്യമാണ്. അത് പാർട്ടി മിഷനറി ഉപയോഗിച്ച് മറികടക്കുക എന്നതാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പാർട്ടി സംവിധാനം കൂടുതൽ സജീവമാക്കുക എന്നതാണ് ഇപ്പോൾ കാണുന്നത്. അതിന്റെ ഭാഗമായാണ് നാളെ വളരെ വിശാലമായി 5000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ജില്ലയിൽ നിന്നും സംസ്ഥാനത്തു നിന്നുള്ള പ്രധാന നേതാക്കൾ പങ്കെടുത്തുകൊണ്ടുള്ള വിശദീകരണ യോഗത്തിലേക്ക് പാർട്ടി പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ലൈവ് വിളിക്കുമ്പോൾ ഇപ്പോൾ എന്റെ കൂടെ ഒരാളുള്ളത് അമ്പലപ്പുഴ ബ്ലോക്ക് CPMന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. സുധാകരന്റെ പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ CPMന്റെ അണികൾ തന്നെ ഒരു വിഭാഗം സുധാകരന് പിന്തുണ നൽകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. സുധാകരൻ ജയിക്കുമെന്നാണോ കരുതുന്നത്? 100% സാറ് ജയിക്കും. അത് ഇവിടുത്തെ ജനതയുടെ ഒരു ആവശ്യം കൂടെയാണ്. മാത്രമല്ല, ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന കാശ് അത് എത്രയാണെങ്കിലും കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു കഴിവുള്ള നേതാവാണ് അദ്ദേഹം. തീർച്ചയായിട്ടും CPMന്റെ അണികളും കുറെ പേര് സാറിനൊപ്പം ചേരും. കുറെ പേരല്ല, ഒട്ടനവധി പേര് അതിന് തയ്യാറായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. നേരിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ആൾക്കാരുണ്ട്. അതല്ലാതെ തന്നെ പൊതുജനങ്ങൾക്കിടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സാറിനെ കുറിച്ച് ആരും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. സാർ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഓരോ മനുഷ്യനും അറിയാം. ഉദാഹരണത്തിന് നമ്മുടെ പുന്നപ്ര ഏതായാലും ഈ രൂപത്തിലാണ് CPMന്റെ ഒരു വിഭാഗം അനുഭാവികളുടെയും അണികളുടെയും ഒരു പ്രതികരണം എന്നുള്ളതാണ്. ഇത് ഷീബ രാകേഷാണ്. അമ്പലപ്പുഴയിലെ മുൻ CPMന്റെ ചിഹ്നത്തിൽ മത്സരിച്ച് അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റ് ആയിരുന്നു. ഈ രൂപത്തിലുള്ള നേതാക്കളും ഒരു ഭാഗത്തുണ്ട് എന്നത് പ്രത്യേകമുണ്ട്. അത് ഈ CPMൽ നിന്ന് അണികൾ ചോർന്നു പോകാതിരിക്കാനുള്ള പ്രത്യേക ജാഗ്രതയാണുള്ളത്. അരുൺ പറഞ്ഞതുപോലെ മുതിർന്ന നേതാക്കൾക്കൊക്കെ കൃത്യമായ നിർദ്ദേശമുണ്ട്. ഒരു പ്രകോപനം വേണ്ടതില്ല, പ്രതിഷേധം വേണ്ടതില്ല എന്ന തീരുമാനം നേരത്തെ തന്നെ ധാരണയായതാണ്. പക്ഷെ അതിനിടയിലും ചില പ്രതിഷേധങ്ങൾ ചാരുമൂട്ടിലുമൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ പൊതുവിൽ ഒരു പ്രതിഷേധത്തിലേക്കോ പ്രകോപനത്തിലേക്കോ പോകേണ്ടതില്ല, മിഷനറി ഉപയോഗിച്ച് ഇതിനെ മറികടക്കുക എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിനിടെയാണ് സുധാകരന്റെ പുന്നപ്രയിലെ വീടിന് മുന്നിൽ കുലംകുത്തി എന്ന രൂപത്തിൽ ബാനറുകൾ പതിച്ചിരിക്കുന്നത്. ഓക്കെ, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കുലംകുത്തി വർഗവഞ്ചകൻ എന്ന പേരുകളൊക്കെയാണ് ഇപ്പോൾ ജി സുധാകരന്റെ മേൽ പാർട്ടി അണികൾ ചാർത്തിക്കൊടുക്കുന്നത്. ഒരു കാലത്ത് സുധാകരൻ സാർ എന്ന് വിളിച്ച ആളുകളാണ് വർഗവഞ്ചകൻ അല്ലിയോടോ താൻ, കുലംകുത്തി അല്ലിയോടോ താൻ എന്ന് ചോദിക്കുന്നത്. അങ്ങനൊരു അവസ്ഥ വരുത്തേണ്ടിയിരുന്നോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതൊക്കെ